ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏതായാലും നമ്മൾ 1K അടിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കണ ഒരു പുതിയ സ്റ്റോറിയും കൂടി തുടങ്ങിയാലോ എന്നാ. ഇത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകും നാനോ മെഷീന് ഒപ്പം വേറൊരു പുതിയ സ്റ്റോറിയും പാടെ. അതാകുമ്പോൾ രണ്ടെണ്ണം നിങ്ങൾക്ക് മാറി മാറി കേൾക്കാം. അപ്പോൾ അതിന് പറ്റിയ സജഷൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് പറയും. ഈ നാനോ മെഷീന് നമ്മൾ സോളോ ലെവലിങ് അതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാളം ക്രിയേറ്റേഴ്സ് ആരും ചെയ്യാത്തത് വേണം കേട്ടോ. ഇതുവരെ മലയാളത്തിൽ ആരും ട്രൈ ചെയ്യാത്ത സ്റ്റോറി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വേണം. ഇപ്പോൾ കമൻറ്റിൽ നമ്മളേതോ ഫ്രണ്ടൊക്കെ വാഗാബോണ്ട് ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചിരുന്നു. വാഗാബോണ്ടൊക്കെ ഞാൻ നോക്കിയേക്ക് ഏതോ ഒരു മലയാളം ചാനലിൽ കിടപ്പുണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല ആക്ഷനും ത്രില്ലറും ഒക്കെ ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റോറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പറയാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ ചാനലിൻ്റെ പേരിനെ സെർച്ച് ചെയ്താൽ മതി. മാനുവ അസെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഇത് കിട്ടും നിങ്ങൾക്ക്. ഇൻസ്റ്റയിൽ സെയിം ലോഗോ തന്നെയാണ് അതിലും. ആരും ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനത് ഇപ്പോൾ അത്രത്തോളം ആക്റ്റീവ് അല്ല അതിൽ. തുടങ്ങിയ ടൈമിലെങ്ങാണ്ടോ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ തീരെ ആക്റ്റീവ് അല്ല അതിൽ. അതുകൊണ്ട് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളെ സജഷൻസ് ഒന്ന് അതിൽ കൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് യോവൂണ് 4th എക്സാമിനേഷനിൽ പാസ്സായിട്ട് അവർ കുറേ റിവാർഡ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിയിലെ നോർത്തേൺ ഫോർജാണ്. യോവൂണാണെങ്കിൽ ഒരു സ്പെഷ്യൽ വെപ്പൺ കിട്ടുന്ന പൊലിവിൽ നിൽക്കുകയാണ് ആകെ. അപ്പോൾ ഒരു സ്പെഷ്യൽ വെപ്പൺ അല്ലേ? ഓ, നീയല്ലേ ക്യാപ്റ്റൻ ചിയോൺ? ക്യുക്കായിട്ട് 4th എക്സാമിനേഷൻ പാസ്സായ റെക്കോർഡിട്ട സ്റ്റുഡൻറ്റ്, അത് നീയല്ലേ? നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് ഹെയറൊന്നുമില്ലല്ലോ, ഐബ്രോസ് ഇല്ല, ആംസിലും ഹാൻഡ്സിലും ഒന്നും ഹെയറില്ല. ചിലപ്പോൾ അതൊക്കെ അദ്ദേഹം എല്ലാ സമയത്തും ഈ ഫയറിൻ്റെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യണ കാരണം ബേണായി പോയിട്ടുണ്ടാവും. ഓ, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാവണതാ. ഊപ്സ്, ഞാൻ കുറേ നേരമായിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കി നിന്നോ. ഞാൻ യെസിയോവിൻ്റെ പിന്മുറക്കാരനായ സൺ ഹാങ് ഓ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. യെസിയോ? ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് ഗ്രാൻഡ് ഹിസ്റ്റോറിയൻ റെക്കോർഡിൽ വായിച്ചിട്ടുണ്ടല്ലോ. സ്പ്രിംഗ് പീരിയഡിലും ഓട്ടോമൻ പീരിയഡിലും സ്വേർഡ് മേക്ക് ചെയ്യണ ഒരു ലെജൻഡറി മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകാലത്തുണ്ടാക്കിയ അറ്റ്ലീസ്റ്റ് ഹാഫ് സ്വേർഡ്സ് എങ്കിലും ടോപ്പ് ഗ്രേഡ് സ്വേർഡ്സ് ആയിട്ടാണ് അറിയപ്പെടുക. മാർഷൽ ആർട്ടിസ്റ്റുമാരൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വേർഡിൻ്റെ ക്രിയേറ്ററാണ് അദ്ദേഹം. ഓ, എന്നെ അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. അദ്ദേഹത്തിന് കുറേ പിന്മുറക്കാരുണ്ട്. എൻ്റെ സ്കില്ല് എൻ്റെ മുൻഗാമികളുടെ അത്ര അടിപൊളിയൊന്നുമല്ല. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ വെയിൻസിൽ ഒരു എക്സലൻറ്റ് ക്രാഫ്റ്റ്സ്മാൻ്റെ ബ്ലഡാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാളോട് സംസാരിക്കേണ്ടതെന്ന് അറിയാമല്ലേ ക്യാപ്റ്റൻ ചിയോൺ? ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ വെപ്പൺ ഫോർജ് ചെയ്യാം. ഞാൻ കണ്ടതനുസരിച്ച് നിങ്ങൾ സോഡും സേബറും യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അതെ. നിങ്ങൾക്ക് എനിക്ക് 2 ടൈപ്പിലുള്ള വെപ്പൺസ് ഫോർജ് ചെയ്ത് തരാൻ സാധിക്കുമോ? എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങൾക്ക് ഒരു വെപ്പൺ മാത്രമേ ഫോർജ് ചെയ്ത് തരാൻ സാധിക്കൂ. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏതാ ഞാനിപ്പോൾ പിക്ക് ചെയ്യുക? എനിക്ക് ഡിസൈഡ് ചെയ്യാനേ കഴിയണില്ല. ആ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്ത പ്രിസണർക്കെതിരെ ഡിമോണിക് ലോഡ് സ്വോർഡ് ആർട്ട് യൂസ് ചെയ്യണവരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ അതിനുശേഷം എൻ്റെ ഈ സ്വോർഡിൽ കുറേ സ്മാൾ സ്ക്രാച്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു സെക്കൻഡ് ഫോമും പാടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്വോർഡ് എന്തായാലും പൊട്ടിപ്പോയിട്ടുണ്ടാവും. എനിക്ക് സ്വോർഡ് ഉണ്ടാക്കി തന്നാൽ മതി. ആ, അതൊരു നല്ല തീരുമാനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സേബർ ഉണ്ടാക്കണതിലേറെ സ്വോർഡ് ഉണ്ടാക്കുന്നതിലാണ് ഞാൻ എക്സ്പേർട്ട്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ സ്വോർഡ് ടെക്നിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്ത്? അതെന്തിനാന്ന് വെച്ചാൽ എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടൊരു സ്വോർഡ് എനിക്ക് ഫോർജ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വോർഡ് ടെക്നിക്ക് കണ്ടാൽ മാത്രമേ എനിക്ക് സ്വോർഡിൻ്റെ ഷേപ്പ്, ഹാർഡ്നെസ്, സൈസ് ഒക്കെ തീരുമാനിക്കാൻ പറ്റൂ. ഓ, അങ്ങനെയാണല്ലേ? യോവൂണ് അവൻ്റെ സ്വോർഡും വലിച്ചൂരി ടെക്നിക്ക് കാണിക്കാൻ വേണ്ടി റെഡിയായി നിന്നു. ഓ, ഇവന് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ. പിന്നെ യോവൂണ് അവൻ്റെ ടെക്നിക്ക് കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണെങ്കിൽ സണോങ്ങു ആകെ അന്തം വിട്ട് നിൽക്കുക. കഴിഞ്ഞു, ഇത് മതിയോ?
ആ ഇത് മതി. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം കുറേ നേരം ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം യോവനോട് പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല എങ്ങനെ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നുള്ളത്. എന്താ എന്താ കാര്യം? ഞാൻ വിചാരിക്കണേ എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു സോഡ് ഉണ്ടാക്കി തരാൻ സാധിക്കൂലെന്നാ. എന്ത്? സാധിക്കില്ലെന്നോ? എന്താ നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കണത്? നിങ്ങളുടെ ആ സോഡ് ഞാനൊന്ന് കണ്ടോട്ടെ. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഹാമർ എടുത്തിട്ട് ആ സോഡിന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത അപ്പോഴത്തെ അത് പൊട്ടി ആകണ്ട് ചെതറിപ്പോയി. ആ ഹാമർ കൊണ്ട് ഹിറ്റ് ചെയ്ത ഭാഗം മാത്രമല്ല ബ്രോക്കായി പോയത്, ആ എൻ്റെ ഒരു സോഡ് തന്നെ പീസായി പോയല്ലോ. ഞാൻ ആ ടെക്നിക്ക് ഒരു ആക്ച്വൽ പേഴ്സണിൻ്റെ അടുത്ത് പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആ സോഡ് നല്ലതായിരിക്കുന്ന. ഒരു ഓർഡിനറി സോഡും നിങ്ങളുടെ ഈ സോഡ് ടെക്നിക്ക് താങ്ങില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സോഡ് ഉണ്ടാക്കി തന്നൂടെ? ഇത് നല്ലൊരു ടെക്നിക്ക് യൂസ് ചെയ്യണ പോലത്തെ ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നെങ്കിൽ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ സോഡ് ടെക്നിക്ക് താങ്ങണ രീതിക്ക് ഒരു സോഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഫ്രോസ്റ്ററോൺ കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ഫ്രോസ്റ്ററോൺ മെറ്റൽ എന്താ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെയാണ്. ഫ്രോസ്റ്ററോൺ ഒരു മെറ്റലാണ്. അത് നോർത്ത് സീത്തെ കോൾഡ് എനർജിയായിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. പിന്നെ അതിൻ്റെ ഹാർഡ്നെസ് ആണെങ്കിൽ ഒരു ആവറേജ് അയണിനെക്കാട്ടിലും സ്ട്രെങ്ത്താണ് അതിന്. പക്ഷേ എന്തൊക്കെയായാലും അത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കൾട്ട് അറ്റ്ലീസ്റ്റ് വാർഡൻ റാങ്കിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. എനിക്കറിയായിരുന്നു ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ട് സ്ട്രോങ് ആണെന്ന്. പക്ഷെ ഞാൻ ഇത് ഇത്ര പവർഫുള്ളാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്വാഡ് ടെക്നിക്ക് കണ്ടത് ഒരു ക്രാഫ്റ്റ് മാൻ എന്ന നിലയ്ക്ക് എൻ്റെ പാഷനൊരു ഫ്യൂവലായിരുന്നു അത്. പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇതിന് സഹായം കിട്ടൂല എന്ന് തന്നെ ഞാനും വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ 5th എക്സാമിനേഷൻ പാസ്സായി വാർഡൻ റാങ്കുമായിട്ട് വരാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഫോർജ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അത് സേബറാണ്. ഇനി നിങ്ങളുടെ സേബർ ടെക്നിക്കൊന്ന് കാണട്ടെ. ഓക്കെ. നല്ല കാലത്തിന് എൻ്റെ ഈ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഉറപ്പാണ് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു സേബർ ഫോർജ് ചെയ്ത് തരാൻ കഴിയുമെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് 2 ആഴ്ചയ്ക്ക് ശേഷം വന്ന് കളക്ട് ചെയ്തോന്നാ. പിന്നെ നമ്മളെ കാണിക്കുന്നത് യൗവന അഡമൻറ്റൈൻ സ്റ്റോൺ ട്രെയിനിങ് റൂമൊക്കെ പോകുന്നതാ. ഇപ്പം ഇവിടെ സാധാരണയിലും കൂടുതലായിട്ട് ആൾക്കാരുള്ളതായി എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെയും കുറേ സ്റ്റുഡൻസ് അസെൻഡൻറ്റ് മാസ്റ്റർ ലെവൽ റീച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോട് തോൽക്കാൻ കഴിയില്ല. അതിനർത്ഥം ഞാൻ ട്രാൻസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് റീച്ച് ചെയ്യണമെന്നാണ്. ഞാനിത് അറ്റ് എ ടൈം ഒന്നെടുത്താൽ മതിയോ അതോ രണ്ടും ഒരുമിച്ചെടുക്കണോ? എന്തേലും ആവട്ടെ, എനിക്കിതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കാൻ കൂടുതൽ സമയമൊന്നുമില്ല. യോണ് 2 ഡിമോണിക് ഡ്രാഗൺ മാർബിൾ ഒരുമിച്ചണ്ട് കഴിച്ചു. ഞാനോ ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കീ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ എന്നെ സഹായിക്ക് ഈ ഡിമോണിക് ഡ്രാഗൺ മാർബിളിൻ്റെ എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് വിശദീകരിക്കാൻ തുടങ്ങി, ഇതിപ്പോൾ ബോഡിയിൽ എന്തൊക്കെയാണ് ചെയ്യണതെന്നും പറഞ്ഞിട്ട്. പക്ഷേ യോവണ് ഇതൊന്നും അങ്ങോട്ട് പറ്റണില്ല. നിൻ്റെ ഈ ഫാൻസി ടോക്കൊന്ന് നിർത്ത്. അപ്പോൾ നീ പറഞ്ഞു വരുന്ന ഇത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്നല്ലേ? പോയിസൺ സെക്റ്റിൻ്റെ ഫൗണ്ടറായ യൂബേക്ക്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ലോർഡ് ഓഫ് എ മില്യൺ പോയിസൺസ് എന്നാണ്. അദ്ദേഹം പോയിസണിൽ മാസ്റ്റർ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിനൊപ്പം തന്നെ ഈക്വലായിട്ട് മെഡിസിൻസിനെ കുറിച്ചിട്ടും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഡിമോണിക് ഡ്രാഗൺ മാർബിൾ. അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനൊക്കെ താങ്ക്സ്. ഡിമോണിക് ഡ്രാഗൺ മാർബിൾസൊക്കെ ഇപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു പെർഫെക്റ്റ് സൈസിലാണ്. അതുപോലെ തന്നെ ഇത് എനർജിനെ സേഫായിട്ടും സ്റ്റേബിളായിട്ടും അബ്സോർബ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് യോവൂണ് മുന്നേ പറഞ്ഞ പോലെ ഡിമോണിക് ലോഡിൻ്റെ സോഡാർട്ട് യൂസ് ചെയ്യുന്നതാണ് കീ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ യോവൂൻ്റെ ബോഡിയിൽ നിന്ന് ചോര അങ്ങനെ തെറിക്കാൻ തുടങ്ങി. ഞാനോ പറഞ്ഞു കൊടുത്തു ഓരോ പാർട്സിനായിട്ട് ഡാമേജ് പറ്റുന്നത്. അതൊക്കെ പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നെ സഹായിക്കാൻ ഈ നാനോ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ബ്ലഡ് വെസൽസൊക്കെ ഇപ്പോൾ പീസായി പോയിട്ടുണ്ടാവുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഡിമോണിക് ലോഡിൻ്റെ സോഡാട്ടത്തെ ബ്രീതിങ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാ. പകരം ഞാൻ ഡാൻസിങ് സ്പ്രിങ് ടെക്നിക്കായിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ചോര അങ്ങനെ തെറിക്കാൻ തുടങ്ങി.
ചെറിയൊരു സെക്കൻഡിലെങ്കിലും എനിക്കെൻ്റെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബോധം കെട്ട് വീഴുമായിരുന്നു. എനിക്ക് ഈ പെയിനെ എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കണം. യോവണ് 2 ഡിമോണിക് ഡ്രാഗൺ മാർബിൾ ഒരേ സമയത്ത് വിഴുങ്ങിയതുകൊണ്ട് അവൻ്റെ മെറിഡിയൻ ചാനൽസ് കൂടെയുള്ള എനർജി ഫ്ലോ ഭയങ്കരമായിരുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് 4 മണിക്കൂറിന് ശേഷം യൗവൺ അവിടെ മുട്ടുകുത്തിയിരുന്നപ്പോഴും ആകെ ക്ഷീണിച്ചിട്ട് ചുറ്റും ആകെ ചോരയായി കിടക്കുക. ഞാൻ അവിടെ മരിക്കേണ്ടതായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും പറഞ്ഞതിലും കൂടുതൽ എമൗണ്ട് സ്വീകരിക്കൂല. ഞാൻ ആകെ വണ്ടടിച്ച് നിൽക്കുക. എൻ്റെ ഇൻറ്റേർണൽ പവേഴ്സ് എത്രത്തോളം കൂടിയിട്ടുണ്ടാവും എന്നറിയാൻ. എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാണെങ്കിൽ നാനോൻ്റെ ഹെൽപ്പോടുകൂടി ഇപ്പോൾ എനിക്ക് 40 വർഷത്തെ ഇൻറ്റേർണൽ പവേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അല്ല, ഒരു മിനിറ്റ്, ഇതെങ്ങനെ പോസിബിൾ ആവണ്? അറ്റ്ലീസ്റ്റ് 60 ഇയേഴ്സ് ഇൻറ്റേർണൽ പവേഴ്സ് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, മുമ്പത്തേക്കാളും സ്മൂത്തായിട്ട് ഇപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ പവേഴ്സൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എനിക്കിപ്പോൾ ഈ നടന്ന പ്രഷർ പോയിൻറ്റ്സിലെ റീജനറേഷൻ കാരണം കൊണ്ടൊക്കെയാവും ഞാൻ ഇത്രത്തോളം സ്ട്രോങ് ആയി മാറിയത്. ഈ പവർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പോൾ എനിക്ക് ഡബിൾ സ്ട്രെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓ, എൻ്റെ സ്വാഡ് എനർജി ഇപ്പോൾ കൂടുതൽ ലോങ്ങറും തിക്കറും ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് പ്രൊഫസർ ഹോയുടെ സ്വാഡ് എനർജിയെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോഴും ട്രാൻസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്താനുള്ള ഒരു അവേക്കനിങ്ങും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ ഇൻറ്റേർണൽ പവേഴ്സ് വെച്ച് അറ്റ്ലീസ്റ്റ് ഫൗണ്ടേഷനെങ്കിലും ഉണ്ടാക്കാം. ഇനി ഡിമോണിക് ലോഡ് സ്വാഡായിട്ടത്തെ സെക്കൻഡ് ഹാഫ് പഠിക്കാനായി. ഞാനോ 3rd ഫ്ലോറത്തെ സഫയർ സ്റ്റോണിലുള്ള ഫോംസത്തെ ഇൻറ്റേർണൽ പവേഴ്സും കീ സർക്കുലേഷൻ ടെക്നിക്കും എക്സ്ട്രാക്ട് ചെയ്യേ. അതിനുശേഷം ഡിമോണിക് ലോഡിൻ്റെ സ്വാഡാർട്ടും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ടെക്നിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേ. ഞാനോ പറഞ്ഞ പോലെ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാനോ ഡിമോണിക് ലോഡിൻ്റെ സ്വാഡാർട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ കൗണ്ടർ ടെക്നിക്കിന് എത്ര ടൈം കൊണ്ടാണ് സാധിക്കുക? 93ാമത്തെ ട്രയലാണ് ഈ ടെക്നിക്കിനെ കൗണ്ടർ ചെയ്തേക്കണത്. ഞാനോ പറഞ്ഞു. 93ാമത്തെ ട്രൈയോ? ഈ സ്റ്റോണിൽ കുറേ സ്വാഡ് മാർക്സ് ഇല്ലേനെ? അപ്പോൾ ഒരു അത്ഭുതമില്ല. അപ്പോൾ അതിനർത്ഥം മുമ്പത്തെ 2 ടെക്നിക്കിലേറെ ഭയങ്കര സ്ട്രോങ്ങറാണ് ഡിമോണിക് ലോഡിൻ്റെ ഈ 3rd കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം. അങ്ങനെയാണെങ്കിൽ ഞാനോ ഈ 3rd കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം എൻ്റെ ബോഡിയിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുമോ? ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളൊരു ലിമിറ്റ് റീച്ച് ചെയ്തു. പക്ഷേ നിനക്കത് ഇപ്പോഴും ചെയ്യാൻ സാധിക്കൂലേ? നിങ്ങൾ നിങ്ങളുടെ ഈ കറൻറ്റ് എനർജിയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ ബോഡിക്കത് ഭയങ്കര സ്ട്രെയിൻ ആവും. പക്ഷേ നിങ്ങൾക്കത് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. ഓ, അങ്ങനെയാണല്ലേ. ഫസ്റ്റ് ഫോമിനേക്കാട്ടിലും ഭയങ്കര സ്ട്രോങ്ങറാണ് സെക്കൻഡ് ഫോം. എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യോവണത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ഭയങ്കരമായിട്ട് ഇഞ്ചുറി പറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവൻ പിന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓവറായിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡിയിലെല്ലാം മസിൽസൊക്കെ ക്രാക്ക് ആവുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്യുക. എൻ്റെ മസിൽക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാതെ പെർഫോം ചെയ്യുന്നത് ഭയങ്കര ഹാർഡാണ്. എൻ്റെ ഈ സ്വാഡ് എനർജി ഉപയോഗിച്ച് ഈ ഫ്ലോറിൽ എനിക്ക് മാർക്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇത് 93 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അപ്പോൾ റെഡി ആയതെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമല്ല. ഇതുപോലത്തെ ഒരു ടെക്നിക്കിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ കൗണ്ടർ ടെക്നിക്കിനെ 3rd ഫോമിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എത്രത്തോളം പവർഫുള്ളായിരിക്കും. പിന്നെ നോക്കുമ്പോൾ യോവൺ അതൊന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. ആ ടെക്നിക്കും കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അവൻ ക്ഷീണിച്ചു. അപ്പോൾ ഈ ടെക്നിക്ക് ശരിക്കും ഇൻക്രെഡിബിളാണ്. ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടത്തെ 3rd ഫോമിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഒരു ഓർഡിനറി സ്വാഡ് ഫോമിൻ്റെ കോമ്പിനേഷൻസാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ എൻ്റെ ബോഡിയിലൊരു സ്ട്രെയിനും ഇല്ല. പക്ഷേ ഈ സ്വാഡ് ഫോംസിൻ്റെ കോമ്പിനേഷൻ ഇൻക്രെഡിബിളി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ആവറേജ് സ്വാഡ്സ്മാനെ ഈ ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് വിചാരിക്കാനേ കഴിയണില്ല. 3rd കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം ഡിസ്റപ്റ്റ് ചെയ്യാൻ എത്ര എഫേർട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ 4th എത്രത്തോളം എടുക്കേണ്ടി വരും? ഞാനോ 4th ഫ്ലോറത്തെ സഫയർ സ്റ്റോണിലെ ഫൈറ്റിംഗ് ഫോംസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യോവണ് മെഡിറ്റേഷൻ ചെയ്ത് അതൊക്കെ ഭയങ്കരമായിട്ട് മൈൻഡിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കണ്ട. എന്തോ ഇവിടെ ശരിയാവണില്ലല്ലോ. എനിക്ക് മനസ്സിലാവണില്ല ഇവിടുത്തെ എൻഡ് ഗോൾ എന്താന്ന്. ഞാനോ 2 കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണത് ഓഗ്മെൻറ്റഡ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യേ. ഞാനോ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് അതിൽ ഒരവതാർ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിൻ്റെ 4th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. മറ്റേ അവതാർ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കത്തെ 4th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്തിട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. 2 അവതാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നു. അവസാനത്തിൽ നോക്കുമ്പോൾ ആ 2 അവതാറിൻ്റെയും സോഡ് പൊട്ടിപ്പോയി. ഇത് കണ്ടിട്ട് യൗവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക. ഈ കൗണ്ടർ ടെക്നിക്കിന് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനും സാധിക്കണില്ല. യൗവനത് പിന്നെയും കാണാൻ തുടങ്ങി. പക്ഷേ എത്ര കണ്ടാലും അതിൻ്റെ അവസാനത്തിൽ 2 അവതാറിൻ്റെയും സോഡ് ഇങ്ങനെ പൊട്ടിപ്പോവുകയേ ചെയ്യണുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടും കാര്യമില്ല. ഇത് അവസാനത്തിൽ ടൈ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുണ്ട്. കൗണ്ടർ ടെക്നിക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിൻ്റെ ലാസ്റ്റ് ഫോം ഡിസ്റപ്റ്റ് ചെയ്യേണ്ടതിനെ. ഞാനോ കൗണ്ടർ ടെക്നിക്ക് യൂസ് ചെയ്ത് എത്ര സ്വാഡ് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്റ്റോണിൽ. അപ്രോക്സിമേറ്റ്ലി 130 അറ്റംപ്റ്റ്സ് ഉണ്ട് അതിൽ. ഫൈനൽ അറ്റംപ്റ്റിൽ 24th ഫോം യൂസ് ചെയ്തിട്ടാണ് ആ സ്റ്റോണിൻ്റെ കോർണർ കട്ട് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു സഫയർ സ്റ്റോൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൻ്റെ എനർജി കൊണ്ട് അറ്റാക്ക് ചെയ്താൽ മാത്രം അത് സാധിക്കില്ല. നിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് പോയിൻ്റേക്ക് നിൻ്റെ ഫുൾ എനർജിയും ഫോക്കസ് ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടത്തെ ഫൈനൽ ഫോമിന് കൗണ്ടർ ടെക്നിക്കിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് പെർഫോം ചെയ്യാൻ അത്രത്തോളം എനർജി വേണം. ചിലപ്പോൾ ഈ കോർണർ കട്ട് ചെയ്തിട്ടുണ്ടാവുക ആങ്കറും ഫ്രസ്ട്രേഷനൊക്കെ കാരണം കൊണ്ടാവും ഈ സോഡ് ആർട്ടിന് ഒരു ഓർഡിനറി ടെക്നിക്ക് കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഈ സോഡ് ടെക്നിക്ക് എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലാവാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇത് അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മാർഷൽ ആർട്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് അവേക്കനിങ് ആവാൻ വേണ്ടി എൻ്റെ ബോഡി സ്ട്രെങ്ത് ആക്കുന്നതുകൊണ്ടും ഈ ഇൻഫർമേഷൻസൊക്കെ എൻ്റെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് അത് ചെയ്യാതെ വേറൊരു വഴിയില്ല. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അക്കാഡമി കഫറ്റീരിയയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ എന്തായാലും നന്നായി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതെന്തായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗ്രേറ്റ് ഐഡിയയാണ്. മൈലോഡ്, ഞാൻ ചിന്തിക്കണേ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നറെങ്കിലും കഴിക്കുന്നത് നല്ല കാര്യമായിട്ടാണ്. അതെങ്ങനെ? ഞാൻ വിചാരിച്ച് എല്ലാവരും പേഴ്സണൽ ട്രെയിനിങ്ങിൽ ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കുന്ന. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റാണ് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് ശരിയാണ് മൈലോഡ്, പേഴ്സണൽ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഫോളോവേഴ്സ് എന്ന നിലക്ക് ഞങ്ങൾ ഇങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ഞാൻ സ്വന്തമായിട്ട് സ്ട്രോങ് ആയാൽ പോരാ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വളരേണ്ടത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമി സപ്ലൈ റൂമാണ്. ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ട സപ്ലൈസൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ ഇത്രത്തോളം പേപ്പറും ഈ എഴുതാനുള്ള ഉപകരണങ്ങളും വെച്ച് നീ എന്തെഴുതാനാണ് ഉദ്ദേശിക്കുന്നത്? മാർഷൽ ആർട്സ് മാനുവൽസ് ഇത് പോരാ, ഞാൻ വീണ്ടും വരണ്ട് കൂടുതൽ വാങ്ങാൻ. എന്ത് 60 വോളിയൂംസ് എഴുതാൻ തന്നെ അത് ധാരാളമാണ്. അപ്പോൾ അതിനർത്ഥം അവൻ അത്രത്തോളം മെമ്മറൈസ് ചെയ്തു എന്നാണോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. ലോഡ് പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാണ്ടത്. നിനക്കറിയോ അതെന്താന്ന്? നല്ല ചോദ്യം. പക്ഷേ നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. യങ് ലോഡാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ട്രെയിഞ്ചായിട്ടാണ് ആക്ട് ചെയ്യണത്. ഓ മൈലോഡ്, എന്താ ഇതൊക്കെ? കുറച്ചൊക്കെ നിങ്ങളുടെ മുഖത്തും ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയും കൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവും. മൈലോഡ്, എന്താ ഇതൊക്കെ? നോക്കുമ്പോൾ യോവൂണൊരു 2 കെട്ട് ബുക്കുമായിട്ടുണ്ട് ഇറങ്ങി വന്നേക്കണു. എല്ലാവരും ഇല്ല ഇവിടെ? യെസ് മൈലോഡ്, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നടക്കാൻ പോണതെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടെ ഗ്യാദർ ചെയ്തിരിച്ചിരിക്കണം. നാളെ മുതൽ ഞാൻ ഐസൊലേഷൻ ട്രെയിനിങ്ങിന് പോവുകയാണ്. യൗവന പെട്ടെന്നായിരുന്നു ആ അനൗൺസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ തൽക്കാലത്തിന് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാവും. ആ മാനുവൽസ് യൗവൻ അവിടെ എന്തിനാണ് കൊണ്ടുവന്ന് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. നമുക്ക് പുതിയ സ്റ്റോറി എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം സെറ്റായി വരികയാണെങ്കിൽ ഈ വീക്കെൻഡ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫുൾ സപ്പോർട്ട് വേണം, എന്നാലേ അതൊക്കെ സാധിക്കൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു കിഡിലെ എപ്പിസോഡായി വരുന്നവർക്കും ബൈ ബൈ.